ഇന്ന് നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയം വർഗീയതയാണ്. ഏറ്റവും വലിയ പ്രശ്നം വർഗീയതയാണ്. അതിൽ നിന്ന് മുക്തമായിക്കൊണ്ട് നാം സ്വാതന്ത്ര്യ സമരത്തിൽ എത്രത്തോളം ഉജ്ജ്വലമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച് മഹത്തായ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്തോ, ആ സംസ്കാരത്തിൽ നിന്ന് ഈ രാജ്യം പുറന്നോട്ടു പോകുന്ന വർഗീയതയുടെയും സംശയങ്ങളുടെയും മോശത്തരങ്ങൾ ഓരോരുത്തരുടെയും മനസ്സുകളിൽ ഇട്ടുകൊണ്ട് ജനങ്ങളെ ഛന്നഭിന്നമാക്കുന്ന ഒരു സംസ്കാരം എന്ന് നാടിനുണ്ടാകുന്നുണ്ടോ, ആ നാട് ഏറ്റവും വലിയ അധംപതനത്തിലേക്കായിരിക്കും പോകുന്നത്. മഹാനായ വലിയ സ്വാതന്ത്ര്യ സമര സേനാനി മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ മഹത്തായ ഒരു വാക്ക് ഞാനിവിടെ പറയുകയാണ്. മഹത്തായ ഒരു വീട് നാം നിർമ്മിച്ചു, വലിയൊരു വീട് നിർമ്മിച്ചു. ആ വീട്ടിൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട്, എല്ലാവിധ അത്യാധുനികമായ സൗകര്യങ്ങളും ആ വീട്ടിൽ ഒരുക്കി വച്ചിരിക്കുന്നു. എന്നാൽ ഈ സൗകര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനുള്ളിലെ സഹോദരങ്ങൾ പരസ്പരം പിച്ചാത്തിയെടുക്കും, കത്തിയെടുത്തും വാളുകൊണ്ടും പോരാടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, മനസ്സിന് സമാധാനമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ, എത്ര മനോഹരമായ വീട് പണിതു വെച്ചാലും അതുകൊണ്ട് യാതൊരു സമാധാനവും ഉണ്ടാകുകയില്ല, അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഒരാൾക്കൊരാളെ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല, ഒരാൾക്കൊരാളെ തകർക്കാനും സാധിക്കുകയില്ല, എത്ര വലിയ സംവിധാനങ്ങൾ ഉണ്ടായാലും. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം. ഒരു മുസ്ലിം വിചാരിക്കുകയാണ് മറ്റുള്ളവരെ മുഴുവൻ കൊന്നെടുക്കണമെന്ന്. നടക്കുകയില്ല. 800 വർഷം മുസ്ലിം സമുദായം ഈ രാജ്യം ഭരിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ചെയ്യണമായിരുന്നു. മറിച്ച് മറ്റുള്ളവർക്ക് ഇത് സാധിക്കുമെങ്കിൽ അതും ഇനി സാധിക്കുകയില്ല. കാരണം എല്ലാവരും അവരവരുടെ രൂപത്തിലും ഭാവത്തിലും വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് നാം ഈ രാജ്യത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ജാതിയും വർഗവും വർണ്ണവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ എന്താണോ നമ്മെ പഠിപ്പിച്ചു തന്നത്, ആ ഒരു രൂപത്തിലും ഭാവത്തിലും നമുക്ക് മുന്നേറുവാനും രാജ്യത്ത് സമാധാനവും സ്വസ്ഥതയും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ സ്നേഹത്തോടെ, ചേർത്തുപിടിക്കലോടെ, കരുണയോടുകൂടി നമുക്ക് ചേർന്ന് നിൽക്കാമെന്ന് ഈ മഹത്തായ സമ്മേളനത്തിൽ അത്യുന്നതനായ നമ്മുടെ ഒരു മുൻഗാമി മഹാത്മാ അയ്യൻകാളിയുടെ ഈ മഹത്തായ പ്രതിമ അനാവരണം ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ദാറുൽ ഫുർഖാൻ ട്രസ്റ്റിന്റെയും അതുപോലെ തന്നെ ജമിയത്തുൽ ഉലമാ ഹിന്ദ്, അതുപോലെ ആൾ ഇന്ത്യ മില്ലി കൌൺസിൽ, എല്ലാ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെയും ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ, ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ അഭ്യുതകാംക്ഷി എന്ന നിലയിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. ജയ് ഹിന്ദ്.